നമസ്കാരം. നമ്പറുകളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളിലെ ചില രഹസ്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ തൊടുകുറിയിലൂടെ മനസ്സിലാക്കാം. ഏവരും ഈ തന്നിരിക്കുന്നതായ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തേതായ നമ്പർ 7777 ആണ്. രണ്ടാമത്തെ നമ്പർ 9999 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ആ രഹസ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 7777 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. കഴിവുള്ളവരാണ് നിങ്ങൾ. ജീവിതത്തിൽ പലപ്പോഴും കഴിവുണ്ടായിട്ടും രക്ഷപ്പെടാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരേണ്ടതായ ആ സൗഭാഗ്യങ്ങൾ, ഉയർച്ചകൾ നിങ്ങൾക്ക് ലഭിക്കാതെ നിങ്ങളെക്കാൾ കഴിവില്ലാത്തതായ പല വ്യക്തികൾക്കും പോകുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ കഴിവ് തിരിച്ചറിഞ്ഞ് തീർച്ചയായും നിങ്ങൾ വളരെയധികം ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും മറ്റുള്ളവരുടെ പല നിയന്ത്രണങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ ചില അവസരങ്ങളിൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. മറ്റുള്ളവർ തങ്ങൾക്കൊപ്പമുണ്ട്, എന്നോടൊപ്പമുണ്ട് എന്ന ചിന്ത ഉണ്ട് എങ്കിൽ പോലും പല അവസരങ്ങളിലും അവർ നിങ്ങൾക്കൊപ്പം ഇല്ലാത്തതായ സാഹചര്യങ്ങളുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. കർമ്മരംഗത്താണ് എങ്കിൽ പോലും പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്തുവാൻ സാധിക്കണം എന്നില്ല. ശത്രുദോഷങ്ങളാൽ പലപ്പോഴും നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കാത്തതായ അവസ്ഥ ജീവിതത്തിലുണ്ട്. ആത്മവിശ്വാസമുണ്ട് എങ്കിൽ പോലും പല അനിവാര്യ സമയങ്ങളിലും ആത്മവിശ്വാസം ചോർന്നു പോവുകയോ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത സാഹചര്യങ്ങളോ ജീവിതത്തിലുണ്ട്. അതും നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. വ്യക്തി ജീവിതത്തിൽ വളരെയധികം വില അഥവാ കുടുംബത്തിന് വളരെയധികം വില നൽകി മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ പലപ്പോഴും നിങ്ങൾ നടത്തി കൊടുക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്നും ചില അവസരങ്ങളിൽ വിഷമങ്ങൾ നേരിടേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. അത് പലപ്പോഴും നിങ്ങളെ തളർത്തുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങളുടെ കഠിനാധ്വാനം മറ്റുള്ളവർ കണ്ടില്ല എന്ന് നടിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. നീതിയിൽ വിശ്വസിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ജീവിത മൂല്യങ്ങൾ നിങ്ങൾക്കുണ്ട്. നന്മ വിശ്വസിക്കുന്നവരും നന്മ ചെയ്യുന്നവരുമാണ് നിങ്ങൾ. കൂടാതെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ പല അവസരങ്ങളിലും നിങ്ങൾ നിർബന്ധിതരായി തീരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി പലരും പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും അതിനെതിരെ പ്രതികരിക്കുവാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പലപ്പോഴും പല തെറ്റുകളും നിങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് പലവിധ നഷ്ടങ്ങൾക്കോ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുന്നതിനോ കാരണമായി തീരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്ന് പിന്നീട് വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നത് നിങ്ങളുടെ മേന്മയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. കൃത്യമായ ധാരണ എല്ലാ കാര്യങ്ങളിലും വച്ച് പുലർത്തുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നതും നിങ്ങളുടെ പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ശക്തി വളരെയധികം ജീവിതത്തിൽ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല അവസരങ്ങളിലും നിങ്ങൾക്ക് ധൈര്യമില്ലാത്തതായ അവസ്ഥയുണ്ട്. പലരും എന്ത് ചിന്തിക്കുന്നു, പലരും എന്ത് വിചാരിക്കും എന്ന ചിന്ത പലപ്പോഴും നിങ്ങളെ തളർത്തുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിൽ നിന്നും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്നതും വാസ്തവമാണ്. ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും പല അവസരങ്ങളും കൃത്യമായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്നില്ല എന്നതും
നിങ്ങൾ നേരിടുന്നതായ ഒരു പ്രശ്നം തന്നെയാകുന്നു. കൃത്യമായി കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ സാധിക്കുന്നു എന്നതും നിങ്ങളുടെ പ്രത്യേകതയാണ്. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് സ്ഥിരമായി നിലനിർത്തുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ഉണ്ട്. വിജയങ്ങൾ പലപ്പോഴും വന്നു ചേരും എങ്കിലും പലപ്പോഴും പല കാര്യങ്ങളിലും വിജയങ്ങൾക്ക് അർഹരാണ് എങ്കിലും പരാജയങ്ങൾ നേരിടേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. പല തീരുമാനങ്ങളും ശരിയായ രീതിയിൽ എടുക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുന്നവർ കൂടിയാണ് നിങ്ങൾ. അത് പ്രതിസന്ധി സമയത്താണ് എങ്കിലും ശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. പ്രതിസന്ധികൾ മറികടക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. ഈശ്വരാധീനം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയേണ്ടതും അനിവാര്യമാകുന്നു. ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അവ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കഠിനാധ്വാനികളാണ് നിങ്ങൾ. കഠിനാധ്വാനത്തിനുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇപ്പോൾ അനുഭവിക്കുന്ന ദുഃഖ ദുരിതങ്ങൾ താൽക്കാലികം തന്നെയാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തിരുത്തേണ്ടതായ കാര്യങ്ങൾ തിരുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. രണ്ടാമത്തെ നമ്പറായ 99 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ശുഭപ്രതീക്ഷകൾ ജീവിതത്തിൽ വച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ. എന്നാൽ പലപ്പോഴും ശുഭപ്രതീക്ഷകളുണ്ട് എങ്കിൽ പോലും കാര്യങ്ങൾ വിപരീതമായി സംഭവിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണമായി തീരുന്നു. മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. കഠിനാധ്വാനം ചെയ്താൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും തിരിച്ചടികൾ നേരിടുന്നതിനാൽ പല കാര്യങ്ങളിലും മടുപ്പ് തോന്നിയിരിക്കുന്നതായ അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്ത് ചെയ്താലും പ്രയോജനമില്ല എന്ന രീതിയിൽ മനസ്സ് വല്ലാതെ ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുക. കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സമ്പത്തും അനുകൂലമായ കാര്യങ്ങളും സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക. എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ദുഃഖങ്ങൾ മാത്രമല്ല അനുകൂല ഫലങ്ങളും വന്നു ചേരും എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിദേശ യാത്രകൾക്കുള്ള ശ്രമങ്ങൾ വിജയം കാണുന്നതാണ്. പലവിധ സാമ്പത്തിക പരാധീനതകൾ നിങ്ങൾക്കുണ്ട്. അത് പലപ്പോഴും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് വിചാരിച്ചാൽ പോലും മറ്റു പ്രശ്നങ്ങൾ വന്നു ചേരുന്നു. അതിനാൽ വളരെയധികം വിഷമങ്ങൾ അനുഭവിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരാം. കഷ്ടതകൾ ജീവിതത്തിൽ വളരെയധികം അനുഭവിക്കുന്നവരാണ്. പലപ്പോഴും പലരും ഈ കഷ്ടതകൾ അറിയുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർ പോലും ഈ കഷ്ടതകൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് വാസ്തവം. അത് നിങ്ങൾക്ക് വളരെയധികം ദുഃഖങ്ങൾക്ക് കാരണമാകുന്നു. എന്നാൽ ചില അവസരങ്ങളിൽ കഷ്ടതകൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട എന്ന രീതിയിൽ നിങ്ങൾ മറച്ചു വയ്ക്കുന്നുമുണ്ട് എന്നതും വാസ്തവമാണ്. എന്നാൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. അവസരങ്ങളാണ് വന്നു ചേരുക. ആ അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോകണം. ജീവിതത്തിൽ സഹായിക്കാൻ ചില വ്യക്തികൾ മുന്നോട്ട് വന്നു എന്ന് വരാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികൾ തന്നെയാകണം എന്നില്ല. അപരിചിതരാകാം, അല്ലെങ്കിൽ മറ്റ് വ്യക്തികളാകാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ഒരു വ്യക്തിയാകാം. അതിനാൽ തന്നെ അവരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നെഗറ്റീവായ ആ ചിന്തകളെ പൂർണ്ണമായും തരണം ചെയ്ത് ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിപ്പിക്കുവാനും സാധിക്കും. വിജയങ്ങൾ പലപ്പോഴും അകലെയാണ് എന്ന ചിന്തയാണ് നിങ്ങൾക്കുള്ളത്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. വിജയങ്ങൾ നേടി തുടങ്ങുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നേട്ടങ്ങൾ വന്നു ചേരാം. എന്നാൽ മതിമറക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരം ചിന്തകൾ മനസ്സിലേക്ക് വരികയാണ് എങ്കിൽ വീണ്ടും പലവിധ തിരിച്ചടികൾ ജീവിതത്തിൽ നിങ്ങൾ നേരിടേണ്ടതായി വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. സൗഭാഗ്യം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സൗഭാഗ്യവും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. എന്നാൽ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ആ കാര്യങ്ങൾ ലഭിക്കുക എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പലവിധ പരീക്ഷണങ്ങൾ നേരിടുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിന് അറുതി വന്നു ചേരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വാഹനങ്ങൾ സ്വന്തമാക്കുക,
വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ചില ചിന്താഗതികൾ മാറ്റേണ്ടതാണ് എന്ന ധാരണ എന്ന ബോധ്യം നിങ്ങൾക്ക് വന്നു ചേരും. ആ ചിന്തകൾ മാറ്റി നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ പോലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. വിശ്വസിക്കാൻ കഴിയുന്ന വ്യക്തികളാണ് എന്ന് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തുടങ്ങും, അല്ലെങ്കിൽ അവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കും എന്നതാണ് വാസ്തവം. പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്, എന്നാൽ അത് മാറില്ല എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. മാറും എന്ന ചിന്തയോടെ മുന്നോട്ട് പോവുക. കാരണം പ്രതിസന്ധികൾ തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. സന്തോഷമായ കുടുംബജീവിതം, സന്തോഷകരമായ സുഹൃത്ത് ബന്ധം, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇവരുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വിഷമങ്ങൾ അത് തരണം ചെയ്യാൻ സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ സാധിക്കും, കൊണ്ടുവരുവാൻ സാധിക്കും. സൗഹൃദങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ പല വിഷമങ്ങളും മറക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. ഏത് കാര്യത്തിലും മറ്റുള്ളവരുടെ സഹായം അല്ലെങ്കിൽ പിന്തുണ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ, നിങ്ങൾ വിചാരിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നതാണ്. ദീർഘനാളായുള്ള പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ ദുഃഖ ദുരിതങ്ങൾ തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും.